ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ എഴുത്തുകാരൻ്റെ ബുക്കാണ്. ഞാൻ ഭയങ്കര റീസെൻ്റ്ലി വായിച്ചെടുത്തൊരു ബുക്കാണ്. ബെന്യാമിൻ്റെ മൾബറി. എന്നോട് നിൻ്റെ സ്വർഗ്ഗയെക്കുറിച്ച് പറയൂ. അപ്പോൾ ബെന്യാമിനെ പറ്റി ഞാൻ ആരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്നത്തെ തലമുറയിൽ ഞാൻ അടക്കമുള്ള വായനക്കാരെ ഇപ്പോഴും വായനയുടെ ലോകത്ത് പിടിച്ചു നിർത്തുന്നതിൽ പ്രധാന പങ്ക് അദ്ദേഹത്തിനുണ്ട്. അതിൽ ഞാൻ കണ്ടുമുട്ടിയതും ആ കഥകളൊക്കെ ഞാൻ പിന്നെ പറയാം. ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കിത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു കാലഘട്ടത്തിൻ്റെ കഥയാണ്. കുറച്ച് ഓർമ്മക്കുറിപ്പുകളാണ്. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് DC-യുടെ ഈ പേജിംഗ് ആണ്. പലരും DC-യുടെ ഈ പേജിങ്ങിനെ കുറ്റം പറയുമ്പോൾ എനിക്ക് ഈ പേജിങ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. ഒരു ജീവചരിത്രക്കുറിപ്പോ ആത്മകഥയോ ഒന്നുമല്ല. ഒരു കാലഘട്ടം ജീവിച്ച കുറച്ച് മനുഷ്യരുടെ കഥയാണ്. അതിൽ സൗഹൃദമുണ്ട്, പ്രണയമുണ്ട്, ദാമ്പത്യമുണ്ട്, യാത്രയുണ്ട്. അപ്പം അങ്ങനെ പല കാലഘട്ടത്തിൽ യാത്ര ചെയ്യാണ്. ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഒരാൾ ചെയ്യുന്ന യാത്ര, അവരുടെ മുൻകാലങ്ങളെ പറ്റി സംസാരിക്കുന്നു, അതിലും മുൻകാലങ്ങളെ പറ്റി സംസാരിക്കുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു ഫ്ലോയിൽ ഇങ്ങനെ പുള്ളി നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ പറയുന്ന 10-20 ആൾക്കാരെ ഇന്ന് ജീവിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഓരോ മലയാളി വായനക്കാർക്കും അറിയാവുന്ന പേരുകളാണ്. അപ്പോൾ നമുക്കിതിൽ സംശയമാണ്, എവിടെയാണ് ഇതിൽ ഫിക്ഷൻ, എവിടെയാണ് ഇതിൽ റിയാലിറ്റി ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. അത് എനിക്ക് കഴിഞ്ഞ കുറച്ച് കാലഘട്ടമായിട്ട് ബെന്യാമിൻ്റെ വായിക്കുന്ന എല്ലാ നോവലുള്ളത് ഫീൽ. ഞാനത് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ മുതലാണ് എനിക്കത് തീർച്ചയായിട്ടും ഫീൽ ചെയ്ത് തുടങ്ങിയത്. അപ്പം അതിൻ്റെ ഒരു ഭയങ്കര ഒരു സാധനമായിരുന്നു. എനിക്ക് പേഴ്സണലി കുറച്ച് ചില സ്ഥലത്തൊക്കെ ഭയങ്കര ട്രിഗറിങ് പോലെയൊക്കെ ഫീൽ ചെയ്തു. എനിക്കിത് വിഷമാവുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഒരു കഥാപാത്രനെ എനിക്ക് കയറിച്ചത് കൊന്നാലോ എന്നൊക്കെ തോന്നി. പക്ഷെ ആ ഷാർപ്നെസ് ആണ്, ആ എഴുത്തിൻ്റെ ഷാർപ്നെസ് ആണ് ഇതിൻ്റെ ഏറ്റവും രസം. ഞാൻ കുറച്ച് സമയം വൈകി വായിച്ചു തുടങ്ങിയൊരു ബുക്കാണത്. പക്ഷെ ഞാൻ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റി. എനിക്ക് ഈ യാത്ര ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ബുക്ക് വായിക്കാൻ വേണ്ടി ഞാൻ സ്റ്റെയർസും എസ്കലേറ്ററും ഒഴിവാക്കി ലിഫ്റ്റ് എടുത്തു. കാരണം ലിഫ്റ്റിൽ നിൽക്കണം 5 മിനിറ്റ് അല്ല, സോറി 2 സെക്കൻഡെങ്കിലും എനിക്ക് വായിക്കാമല്ലോ. പുറത്ത് കനത്ത മഴ നിൽക്കണ ട്രെയിനിൽ എല്ലാ ആൾക്കാരും ഇങ്ങനെ എന്താ പറയുക ആകെ ഇട്ടോ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഒരു വെളിച്ചത്തിൽ വെച്ച് ഈ ബുക്ക് വായിച്ചത്. കാരണം വായിച്ചു തുടങ്ങി കഴിയുമ്പോൾ നമുക്കിതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും നമുക്ക് കണ്ടുമുട്ടുന്ന ആൾക്കാർ, നമുക്ക് അറിയുന്ന ഒരാൾക്കാർ. എനിക്ക് ബെന്യാമിൻ്റെ റൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമാകാനുള്ള പ്രധാന കാരണം അതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ അടക്കമുള്ള ആൾക്കാർ വളർന്നു വന്ന ഞങ്ങളുടെ ചുറ്റുപാടിൽ ഞങ്ങൾ കണ്ട ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാൾക്കാർ, എവിടേക്കും നമ്മൾ അതിൽ ചെറിയൊരു പാർട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയണം, നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരാൾ, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ പുള്ളി നമ്മുടെ മുന്നിൽ വരച്ചു നിർത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ എഴുത്തുകാരനാണ് ബെന്യാമിൻ. അല്ല തൂലികയിൽ വന്നിരിക്കുന്ന ഓരോ നോവലുകളും എനിക്കിപ്പോൾ കൺഫ്യൂഷനായി. ഇത്രയും നാൾ എനിക്ക് മഞ്ഞുവേൽ മരണങ്ങളായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് നിശബ്ദനേരം വായിച്ചപ്പോൾ അതായി, ഇപ്പം മൾബറി ആയി. അപ്പോൾ ഇതിൽ പേജുകൾ അതിൽ ഏറ്റവും പ്രത്യേകം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ബുക്കാണ് വാങ്ങിച്ചത്. 2015 ഇറങ്ങി ഫസ്റ്റ് എഡിഷനാണ് വായിച്ചത്. അതിനകത്ത് കുറേ നോട്ട്സ് ഉണ്ട്, കുറേ ഒറിജിനലായിട്ട് നമുക്ക് വിശ്വസിക്കാനായിട്ട് വരുന്ന കുറേ കത്തുകളും കുറേ ലേഖനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി കാണുമ്പോഴേ അയ്യോ എന്താ പറയുക, ലൈക്ക് ഫിക്ഷൻ്റെ അങ്ങേ അറ്റത്തുനിന്നും റിയാലിറ്റിയിലേക്ക് ഉള്ള ആ ഒരു നേർത്ത രേഖയിൽ കൂടെയാണ് പുള്ളി കൊണ്ടുപോകുന്നത്. എനിക്കിതിലത്തെ ഓരോരോ ക്യാരക്ടറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാക്കുകൾ ഇഷ്ടപ്പെടുന്ന, ബുക്സിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഒപ്പം നമുക്കറിയണ കുറേ ആൾക്കാരും ഉണ്ട്. ഐ മീൻ ഒബ്വിയസ്ലി അവരുടെ മുഴുവനായിട്ടുള്ള ജീവിതമൊന്നും ആയിരിക്കില്ല അത്, ഇതിൽ ഫിക്ഷൻ ആയിരിക്കും ഞാൻ വീണ്ടും വീണ്ടും വിശ്വസിക്കുന്നു. പക്ഷെ ഇതിൽ റിയാലിറ്റി ഉണ്ടാവുമായിരിക്കും. അങ്ങനെ നമ്മൾ വായനക്കാരെ വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്നു. അല്ല പല നോവലുകളും പോലെ തന്നെ അവസാനം ഒരു അടച്ചുപൂട്ടി നമ്മളെ വായനക്കാരെ നിർത്തല്ല, അവസാനം വായനക്കാരിലേക്ക് ഇത് മുഖ്യ കഥാപാത്രങ്ങൾ ഇറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യമാക്കി വിടുകയാണ്. അതാണ് ഇതിലത്തെ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും കാര്യം. ഈ കളറ്, ഇതിൻ്റെ പ്രത്യേകിച്ച് ഈ പേജുകൾ, ഇതൊരു ഓർമ്മക്കുറിപ്പ്. എനിക്കിതൊരു ഓർമ്മക്കുറിപ്പ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം. അക്ഷരങ്ങളെ പ്രിയപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ ചില ഓർമ്മക്കുറിപ്പുകൾ. അതിനോടൊപ്പം യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതിൽ യാത്രയും ഒരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിലേക്ക് ഈ നോവലിൽ പറയുന്നൊരു സ്ഥലം കൂടി ഞാൻ ആഡ് ചെയ്ത് വെച്ചു. അങ്ങനെ ഞാൻ അതും പറഞ്ഞ് ഈ ബുക്കിൻ്റെ രസം കളഞ്ഞില്ല. അത് ഒരുപാട് പേര് വായിച്ച ബുക്കുകളായിരിക്കും. ഇനി ആരെങ്കിലും ഇത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും വായിക്കേണ്ടതാണ്. നമുക്കിത്
ഇതിൻ്റെ അകത്ത് കുറേ സസ്പെൻസ് ഉണ്ട്. അത് ഞാൻ ഫുള്ളി പറയണില്ല. ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ കാണിച്ച് ഇങ്ങനെ ആൾക്കാരെ ഇതാക്കുന്നുള്ളൂ. ഓൾ താങ്ക്സ് ടു ബെന്യാമിൻ ഇത് എഴുതാൻ സാധിച്ചതിൽ. താങ്ക്സ് ടു DC ഇങ്ങനെ ഒരു അറ്റംപ്റ്റ്. ഇങ്ങനെയൊക്കെ ഞാൻ വേറൊരു നോവൽ ഇതുപോലെ കണ്ടിട്ടില്ല. ഇങ്ങനെ കുറേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാത്തിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള കുറേ തെളിവുകളും കൂടി വെച്ചിട്ടാണ് ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്ത DC. ഭയങ്കരമായിട്ടുള്ളൊരു ഇതായിപ്പോയി. ഒരു എഴുത്തിൻ്റെ ലോകത്ത് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അങ്ങനത്തെ ബുക്സ് വായിച്ചിട്ടില്ല. അതിപ്പോൾ എൻ്റെ വായനയുടെ ലിമിറ്റേഷൻ കൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ബുക്കാണ്. എനിക്കൊരു കൊണ്ടടക്കാൻ എപ്പോഴും താല്പര്യപ്പെടുന്ന ഒരു ബുക്കായിട്ട് എനിക്കിത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും വായിക്കാത്തുണ്ടെങ്കിൽ എന്നെപ്പോലെ വൈകി വായിക്കുന്നവരാണ് എന്തായാലും വായിക്കണം.